ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഇന്ന് നടന്നിട്ടുള്ള +2 ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഡിസ്കഷനാണ്. കംപ്ലീറ്റ് ഡിസ്കഷനാണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിപ്പോയവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണം ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കണം എന്ന് പറയുന്നത് ഏത് പരീക്ഷയ്ക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയാസ് മാത്സ് ഫോളോയിങ്സും ക്രോണോളജിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഏരിയാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാത്ത് കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റം, കോളം ബി, എ ബി എന്നുള്ള കോളത്തിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ളത് കണ്ടെത്തി എഴുതാനാണ്. അപ്പം എപ്പോഴും പറയുന്നതാണ് മാത്സ് ഫോളോയിങ്സ് അറിയുന്നത് ആദ്യം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് റാണി ലക്ഷ്മിബായി ഝാൻസി ആണെന്നറിയാം, ബഹദൂർ ഷാ ഡൽഹി ആണെന്നറിയാം. ഓക്കെ, ദെൻ കൻവാർ സിംഗ്, അതുപോലെ തന്നെ നാനാ സാഹിബ്. ഇതിൽ നാനാ സാഹിബ് കാൺപൂരാണ്, ദെൻ കൻവാർ സിംഗ് ബീഹാറിലെ ആറയിലാണ്. ഓക്കെ, 4ൽ 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അല്ലേ. ദെൻ അടുത്തത് 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. വീണ്ടും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. 16 മാർക്ക് വരെയാണ് ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഗൽസാപന്തിയുടെ സ്ഥാപകന് ആരാണ്? ഗുരു ഗോബിന്ദ് സിംഗ്. ദെൻ പത്മാവതിയുടെ രചയിതാവിനെ തിരിച്ചറിയുക, മാലിക് മുഹമ്മദ് ജെയ്സി. ദെൻ ഗരീബ് നവാസ് എന്ന പ്രശസ്തി ആർജിച്ചത് ആരാണ്? ഖാജ മുഈനുദ്ദീൻ. ദെൻ ചുവടെ കൊടുത്തുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട വിഭാഗം വീരശൈവന്മാർ. ഓക്കെ, പ്രാചീന കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പെരുമാറ്റ സംഹിതയാണ് കച്ചം. ഓക്കെ, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ രാജാവിനെ ചൂണ്ടിക്കാണിക്കുക, മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. തിരുവിതാംകൂർ രാജാവ് ശക്തൻ തമ്പുരാനല്ല, കൊച്ചിയിലാണ്. ദെൻ ടിപ്പു സുൽത്താനല്ല, കുഞ്ഞാലി മരക്കാരല്ല, തിരുവിതാംകൂർ രാജാവ് ആകെ ഒരാളുള്ളൂ, മാർത്താണ്ഡവർമ്മേനേ ഉള്ളൂ അല്ലേ. ദെൻ കാലഗണക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് എഴുതുക എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ, ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള പരീക്ഷയിലൊക്കെ നിങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം കുറിച്യർ കലാപം 1812 പഴശ്ശി കലാപം 1792 ക്ഷേത്രപ്രവേശന വിളംബരം 1936. ദെൻ കുണ്ടറ വിളംബരം 1809. അപ്പോൾ ഇതിൽ ആദ്യം നടന്ന ഏതാ? പഴശ്ശി കലാപം 1. ദെൻ രണ്ടാമത് നടന്നിട്ടുള്ളത് കുണ്ടറ വിളംബരം 2, രണ്ടാമതായിട്ട് എഴുതേണ്ടത്. ദെൻ കുറിച്യർ കലാപം 3, ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ളതാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നുള്ളത്. ദെൻ അടുത്തത് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മാപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഷെയർ ചെയ്തിട്ടുള്ള, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ പാഠത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ബോധ്ഗയ, സാരാനാഥ്, സാഞ്ചി, അമരാവതി, ഇതൊക്കെ സ്തൂപങ്ങൾ. അപ്പോൾ സാഞ്ചി, അമരാവതി സ്തൂപം, സാരാനാഥ്, ബോധ്ഗയ. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ PDF, നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള PDF-ഉം അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിലും പ്രസൻറ്റേഷൻ ഫയൽ നിങ്ങൾക്കിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബോധ്ഗയ എവിടെയാണ്, സാരാനാഥ് എവിടെയാണ്, സാഞ്ചി എവിടെയാണ്, അമരാവതി എവിടെയാണെന്ന് നോക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെക്ഷനിൽ 16ൽ 16 മാർക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുന്നത്. മാത്സ് ഫോളോയിങ്സിൽ 4, ക്രോണോളജിക്ക് 4, ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് 4, അതുപോലെ തന്നെ മാപ്പിൽ 4. ഈ 16ൽ 16 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.